ആഖിറം പരലോകം നഷ്ടപ്പെടുത്തിയിട്ട് ഇഹലോകം വിലക്ക് വാങ്ങുന്ന വിഡ്ഢി എന്നല്ലാതെ അവനെ കുറിച്ച് എന്താണ് പറയുക? പരലോകം ശാശ്വതമായ ഒരു ലോകം ജീവിക്കേണ്ടുന്ന സുന്ദരമായ അനുഭവങ്ങളുള്ള അതിസുന്ദരമായ ഒരു സ്വർഗീയ ലോകത്തെ വിട്ടിട്ട് ഈ 10-60 വർഷം സുന്ദരമായി ജീവിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നവൻ വിട്ടിയില്ലാതെ ആ പ്രവാചകനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ വെറും വാചോറാപങ്ങളിൽ സ്വലാത്ത് ചെല്ലുന്ന എത്രയെത്രയും സ്വലാത്ത് മജ്ലിസുകളാണ് പാഴായി പോകുന്ന കർമ്മങ്ങളായി മാറുന്നത്. ആ പ്രവാചകനെ എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കർമ്മത്തിലേക്ക്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിലേക്ക് ആ പ്രവാചകന്റെ സുന്നത്ത് കൊണ്ടുവരാതെ കേവലം ആ പ്രവാചകന്റെ അപദാനങ്ങൾ വാഴ്ത്തുന്നതിലൂടെ എന്ത് പ്രതിഫലമാണ് ഞാൻ നേടാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ സത്യവിശ്വാസിനികളെ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ പ്രായമായ ആളുകൾക്ക് അസുഖങ്ങൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ യുവാക്കളെ, വിദ്യാർത്ഥിനികളെ അല്ലാഹു അവർക്ക് നല്ല ഭാവി പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും പരമാവധി വിട്ടു നിൽക്കാൻ അവർക്കും നമുക്കുമൊക്കെ അല്ലാഹു ഉദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ച്, ആ കർമ്മങ്ങൾ സ്വീകാര്യമാകുന്നതിനെ കുറിച്ച്, ആ കർമ്മങ്ങൾ അല്ലാഹുവിൽ പ്രതിഫലം നേടുന്നതിനെ കുറിച്ചുള്ള ചില വർത്തമാനങ്ങൾ നമുക്ക് പറയാം. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും വഇലാ അഅമാലിക്കും. മറ്റൊരു രൂപത്തിൽ ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ അംവാലിക്കും എന്നുമുണ്ട്. അല്ലാഹു നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്ക് അവന് നോട്ടമില്ല. നിങ്ങളുടെ ശരീരത്തിലേക്കോ സമ്പത്തിലേക്കോ അല്ല അവൻ നോക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ആ ഹൃദയങ്ങളുടെ ആഴങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന, അവിടുന്ന് പരുവപ്പെടുന്ന ശേഷം കാണിക്കുന്ന പ്രവൃത്തികളിലേക്കുമാണ് അവൻ്റെ നോട്ടം. നമ്മുടെ ശാരീരിക ഘടന, അതിൻ്റെ നിറം, ഭംഗി, ഇതൊന്നുമല്ല അല്ലാഹുവിൽ പരിഗണനീയം. എൻ്റെയും നിങ്ങളുടെയും ഹൃദയവും ഹൃദയത്തിലുണ്ടാകുന്ന വിചാരങ്ങളും അവിടെ ഉണ്ടാകുന്ന ഓർമ്മകളും ആ ഹൃദയം എത്രമേൽ സൃഷ്ടിനാഥനുമായി, അവൻ്റെ കൽപ്പനകളുമായി, അവൻ്റെ പ്രവാചകന്റെ ജീവിതവുമായി എത്രമേൽ ഒട്ടി നിൽക്കുന്നു, അവ പരിഗണിക്കുന്നു എന്നതാണ് അല്ലാഹുവിൻ്റെ നോട്ടം. ഈ പറഞ്ഞത് നമുക്ക് അല്ലാഹുവിൻ്റെ മഹളായ ഫദ്ല് കൊണ്ട് ഒരുപാട് ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ്. ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒരുപാട് ചെയ്യുന്ന ആളുകളാണ്. ഇതൊക്കെ അല്ലാഹുവിൽ സ്വീകാര്യമാണോ എന്നത് ഈ ഒരു വിഷയവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ ഹദീസിനെ കുറിച്ച് നാം കൂടുതൽ ആലോചന നടത്തേണ്ടതുണ്ട്. ഇസ്ലാമിൽ കർമ്മങ്ങളുടെ ബാഹ്യരൂപങ്ങൾക്ക് ഒരു പ്രാധാന്യവുമില്ല. ബാഹ്യമായി ചെയ്യുന്ന കർമ്മങ്ങൾ ചിലപ്പോൾ ആർക്കു വേണ്ടിയോ ആകാം, ചടങ്ങായി നിർവഹിക്കാം, ആത്മാർത്ഥതയില്ലാതെ നമുക്കത് ഉൾക്കൊള്ളാം. പക്ഷേ ഹൃദയം കൊണ്ട് നമസ്കരിക്കുന്ന, ഹൃദയം നൽകിയിട്ട് പ്രവൃത്തി ചെയ്യുന്ന, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അവന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന, ആരാധനകളെന്നല്ല, അനുഷ്ഠാനങ്ങളെന്നല്ല, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നാം ഇടപെടുമ്പോൾ അവിടെയൊക്കെ നാഥനെ കുറിച്ചുള്ള സ്മരണയുണ്ടോ? വലാകിൻ യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും വഇലാ അഅമാലിക്കും. നിങ്ങളുടെ കർമ്മങ്ങളിൽ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ, ആരാധനകളിൽ, അനുഷ്ഠാനങ്ങളിൽ, ജീവിതത്തിലെ ഏതെങ്കിലും വശങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ, ഇതിലൊക്കെ ഈ പ്രവർത്തികളുടെ പിന്നിലൊക്കെയുള്ള ഉദ്ദേശമെന്ത്, അവയുടെയൊക്കെ ചേതോവികാരമെന്ത്, അവയൊക്കെ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. കർമ്മങ്ങൾക്കല്ല പ്രതിഫലം, കർമ്മങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശങ്ങൾക്കാണ് പ്രതിഫലം.
ഓർമ്മയ്ക്കാണ് പ്രതിഫലം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് ഇങ്ങനെയാണ്: ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത് ثم بين ذلك فمن هم بحسنة فلم يعملها كتبها الله عنده حسنة كاملة فإن هم بها فعملها كتبها الله عنده 10 حسنات إلى 700 ضعف إلى أضعاف كثيرة وإن هم بسيئة فلم يعملها كتبها الله عنده حسنة كاملة فإن هم بها فعملها كتبها الله سيئة واحدة. നമുക്കൊക്കെ പ്രചോദനമാകേണ്ടുന്ന ഒരു ഹദീസാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു നന്മ തിന്മകളെ നിങ്ങൾക്ക് നിയമമാക്കി വെച്ചിട്ടുണ്ട്. അതിന് വിശദീകരിക്കുന്നു. പിന്നെ ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യാതെ പോവുകയും ചെയ്താലും അയാൾക്ക് ആ നന്മ ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തും. കർമ്മങ്ങൾക്കല്ല, കർമ്മങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശങ്ങൾക്കാണ്, ഓർമ്മയ്ക്കാണ് പ്രതിഫലം എന്നതാണ് സൂചന. ഞാൻ ഒരു കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുകയും സന്ദർഭവശാൽ സംഗതിവശാൽ അത് ചെയ്യാതെ പോവുകയും ചെയ്താലും എൻ്റെ ആ ഓർമ്മയ്ക്ക്, ആ ദിക്റിന്, ആ നിയ്യത്തിന് അല്ലാഹു പൂർണ്ണമായ പ്രതിഫലം രേഖപ്പെടുത്തും. ഹസനത്തൻ കാമില എന്നാണ് പറഞ്ഞത്. ഇനി ഒരാൾ ഒരു കർമ്മം ഉദ്ദേശിക്കുകയും അത് ചെയ്യുകയും ചെയ്താൽ 10 മുതൽ 700 ഇരട്ടി വരെ അനേകായിരം ഇരട്ടി പ്രതിഫലം കിട്ടും. ആത്മാർത്ഥതക്കനുസരിച്ച്, ഉദ്ദേശശുദ്ധി അനുസരിച്ച്, അവന്റെ നിയ്യത്തനുസരിച്ച്, അവന്റെ ആ പ്രവൃത്തിയിൽ അല്ലാഹുവിന്റെ ഓർമ്മയ്ക്കനുസരിച്ച്, അതിന്റെ തോതനുസരിച്ച് 10 മുതൽ മിനിമം 10 അവിടെ നിന്ന് അങ്ങോട്ട് 700 ഇരട്ടിയും എന്ന് പറഞ്ഞ് പ്രവാചകൻ നിർത്തിയില്ല. അനേകായിരം ഇരട്ടികൾ നന്മകളായി രേഖപ്പെടുത്തപ്പെട്ടു എന്ന് നോക്കണം. ഓർമ്മയ്ക്കാണ് പ്രതിഫലം. അല്ലാഹുവിന്റെ അവൻ കൽപ്പിച്ച കർമ്മം ഞാൻ ചെയ്യുന്നു എന്ന ബോധ്യം, അവൻ പറഞ്ഞത് കൊണ്ട് ഞാൻ അനുഷ്ഠിക്കുകയാണ്. എൻ്റെ സൃഷ്ടിനാഥന് ഇഷ്ടമുള്ള കർമ്മമാണ് ഞാൻ ഈ ചെയ്യുന്നത്. അവന്റെ പ്രവാചകദൂതൻ കാണിച്ച വഴികളാണ് ഞാൻ അനുസന്ധാനം ചെയ്യുന്നത്. ആ പ്രവാചകന്റെ അനുചരന്മാർ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന് മാതൃക കാണിച്ചതാണ് ഞാൻ പിൻപറ്റുന്നത്. ഈ ഓർമ്മയ്ക്കാണ് സഹോദരങ്ങളെ പ്രതിഫലം, കർമ്മങ്ങൾക്കപ്പുറം. ആ കർമ്മങ്ങളിൽ തന്നെ എത്രമേൽ ഈ ഓർമ്മയുണ്ട് എന്നതിനാണ്, എത്രമേൽ ദിക്റിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നതാണ്. അതിനുശേഷം പറഞ്ഞ ഹദീസിൽ ഒരാൾ തിന്മ ഉദ്ദേശിക്കുന്നു, തിന്മ ചെയ്യാൻ കഴിഞ്ഞില്ല, ചെയ്തില്ല, സന്ദർഭവശാൽ, അയാൾക്കും നന്മ ചെയ്തതിന്റെ പ്രതിഫലമുണ്ട്. തിന്മ വിചാരിച്ച മനുഷ്യൻ ചെയ്യാതിരുന്നതിന് നന്മ പകരമായി നൽകുന്ന സൃഷ്ടിനാഥൻ എത്രമേൽ ശ്രേഷ്ഠനാണ്. ഒരു മനുഷ്യൻ ഒരു തിന്മ ഉദ്ദേശിക്കുകയും അത് ചെയ്യുകയും ചെയ്താൽ ഒരു തിന്മ മാത്രം രേഖപ്പെടുത്തുന്ന ആ സൃഷ്ടിനാഥന്റെ വിശാലമായ ആ ഒരു ഇത് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ. നമുക്കും എത്രമേൽ പുണ്യം ചെയ്യാനുള്ള, ഓർമ്മയോടെ, ദിക്റോടെ, സ്മരണയോടെ, നിയ്യത്തോടെ, ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാൻ ഈ ഹദീസ് നമുക്ക് പ്രചോദനമാകണം. അങ്ങനെ ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കർമ്മങ്ങൾ കറകളഞ്ഞ കർമ്മങ്ങളായി മാറുക. അള്ളാഹുവിൽ വിശ്വാസമില്ലാതെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കാക്ഷിക്കുന്നതിന് അർത്ഥമില്ല. അള്ളാഹുവിൽ വിശ്വാസമില്ല, അതേ സമയത്ത് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിട്ട് കർമ്മം ചെയ്യുന്നതും വിശ്വാസമില്ലാതെ എത്ര വലിയ കർമ്മം ചെയ്തിട്ടും എത്ര വലിയ ജനസേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടും അവന്റെ അവന്റെ കൽപ്പനയനുസരിച്ചാണെന്ന ബോധ്യമില്ലാതെ, അവൻ പറഞ്ഞതാണെന്ന ധാരണയില്ലാതെ ചെയ്യുന്ന മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ ആര് ചെയ്യുന്ന കർമ്മങ്ങൾക്കും പ്രതിഫലമില്ല. അഥവാ അവൻ കൽപ്പിച്ചതാണെന്ന ബോധത്തോടെ ചെയ്താൽ, അവൻ പറഞ്ഞതിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്താൽ, അവൻ പറഞ്ഞതാണെന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് പകരം ഇഷ്ടപ്പെട്ട് ചെയ്താൽ അതിനാണ് പ്രതിഫലം എന്നതാണ്. നിങ്ങൾ നോക്കൂ,
ദിക്റിന് സ്മരണയ്ക്ക് 3 രൂപങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ മെമ്മറിയാണ്, അഥവാ ഹൃദയം കൊണ്ട് ഓർക്കലാണ്. ഹൃദയമറിഞ്ഞ് ഹൃദയം നൽകിയിട്ട് ഒരു പ്രവൃത്തി ചെയ്യുക. നമസ്കരിക്കുമ്പോൾ ഹൃദയം മുഴുവൻ അതിൽ ഊളിയിട്ട് ആ നമസ്കാരത്തിന്റെ ക്രമങ്ങൾ കൃത്യമായി മനസ്സിൽ കൊണ്ടുവന്ന് അള്ളാഹു പറഞ്ഞ രൂപത്തിൽ നിന്ന് ഇരുന്ന് കുനിഞ്ഞ് കിടന്ന് പ്രവാചകൻ കാണിച്ചു തന്ന രൂപത്തിൽ ചൊല്ലി ചെയ്താൽ അതിനാണ് പ്രതിഫലം. രണ്ടാമത്തേത് ദിക്റുകൾക്ക് 3 രൂപമുണ്ട്, അഥവാ പ്രവൃത്തികൾക്ക്. ഒന്ന് മെമ്മറി കൊണ്ട് അല്ലെങ്കിൽ ഹൃദയം കൊണ്ട്, ഹൃദയം നൽകിയത്. രണ്ടാമത്തേത് നാവ് കൊണ്ടാണ്, അത് പറഞ്ഞുകൊണ്ടാണ്, അല്ലാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് സ്മരിച്ചു കൊണ്ടുള്ള വർത്തമാനങ്ങളാണത്. മൂന്നാമത് ശരീരത്തിലെ മറ്റവയവങ്ങൾ കൊണ്ട് ദിക്റും ശുക്റും അതുപോലെ തന്നെ അമലും ചേർന്നത്. മനസ്സാ വാച കർമ്മണ അനുഷ്ഠിക്കുന്ന 3 കർമ്മങ്ങളില്ലേ, മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും ശരീരം കൊണ്ടും മറ്റു പ്രവൃത്തികൾ ചെയ്യുന്നത്. ഈ 3 രൂപത്തിൽ ഏതാണ് ശ്രേഷ്ഠം എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ 3 കർമ്മങ്ങളുടെ 3 രൂപത്തിൽ ഏതാണ് ശ്രേഷ്ഠം? എനിക്ക് നാവ് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ സത്യസന്ധനായിട്ട് നല്ല വർത്തമാനങ്ങളും നല്ല വചനങ്ങളും മധുരക്കുന്ന ഓർമ്മകളും പറയാം വാക്കുകൾ കൊണ്ട്. പക്ഷേ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം കാപട്യമാണ്, നിങ്ങളെ വഞ്ചിക്കലാണ്, ഏതോ അർത്ഥത്തിൽ മനുഷ്യരെ കുറ്റപ്പെടുത്തലോ ആണെങ്കിൽ എന്റെ കർമ്മങ്ങൾ നഷ്ടത്തിന്റെ കൂട്ടത്തിലാണ് എഴുതുക. ആ നാവ് കൊണ്ട് ഉച്ചരിച്ച വാക്കുകൾ മുഴുവൻ എനിക്ക് നഷ്ടമായിട്ടാണ് വരിക. ഞാൻ ചെയ്ത കർമ്മങ്ങൾ, നോമ്പ് നോറ്റ മനുഷ്യൻ, ആ മനുഷ്യൻ വന്നിട്ട് നോമ്പല്ലാതെ വന്ന ഒരു മനുഷ്യൻ, നോമ്പ് നോറ്റ മറ്റ മനുഷ്യനും, 2 കൂട്ടരും വിശന്ന് വലഞ്ഞിരിക്കുന്നു എന്നാണ് തോന്നുക. പക്ഷേ ഭക്ഷണം കഴിച്ചു വന്നവൻ നിങ്ങളുടെ മുമ്പിൽ നോമ്പുകാരനാണെന്ന് അഭിനയിക്കാൻ കഴിയും. പക്ഷെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ, അവനൊരിക്കലും കഴിയില്ല അങ്ങനെ പറ്റിക്കാൻ. അവനൊരിക്കലും വാക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവാചകൻ പറഞ്ഞതിനപ്പുറം പറയാൻ കഴിയില്ല. കാരണം ഹൃദയം അള്ളാഹുവിന് കൊടുത്തവനാണ്, ഓർമ്മ മുഴുവൻ അവൻ്റെതാണ്. അവനാണ് എന്നെ സൃഷ്ടിച്ചത്, സ്വാഭാവികമായിട്ടും അവനെയാണ് ഞാൻ അനുസരിക്കേണ്ടത്. അവന്റെ വാക്കുകളാണ് ഞാൻ പിന്തുടരേണ്ടത്. അവന്റെ പ്രവാചകനെയാണ് ഞാൻ മാതൃകയാക്കേണ്ടത്. ഓർമ്മയ്ക്കാണ് പ്രതിഫലം സഹോദരങ്ങളെ. നിങ്ങൾ വാക്കുകൾക്കല്ല, കർമ്മങ്ങൾക്കല്ല, അതിലപ്പുറം ഓർമ്മയ്ക്കാണ്. ഇവർക്കൊക്കെ പ്രതിഫലമുണ്ട്. പക്ഷെ ഓർമ്മയില്ലാതെ, ദിക്റില്ലാതെ, ഫിക്റില്ലാതെ, ഹൃദയ ബന്ധമില്ലാതെ ഒരു കർമ്മം ചെയ്യുന്നതും വാക്കുകൾ പറയുന്നതും വൃഥാവിലാണ് എന്നാണ് പറഞ്ഞതിനർത്ഥം. ഇതുകൂടെ ചേരുമ്പോഴാണ്, അപ്പോഴാണ് നമ്മുടെ നമസ്കാരം യഥാർത്ഥ നമസ്കാരമാകുന്നത്. നമ്മള് ഇബാദത്ത് 3 തരത്തിൽ ചെയ്യുന്ന ആളുകളുണ്ട്. കർമ്മങ്ങൾ ഒന്ന് കൃത്യതയോടെ, ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ, തുടക്കം മുതൽ ഒടുക്കം വരെ നാഥനെ അനുസ്മരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ. ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ, തുടക്കം മുതൽ ഒടുക്കം വരെ നാഥനെ അനുസ്മരിച്ച് ചെയ്യുന്ന കർമ്മമാണ് ഏറ്റവും വിശുദ്ധവും വിശിഷ്ടവുമായത്. അത് നോമ്പാകാം, ഇബാദത്തുകളാകാം, ജീവിതത്തിലെ മറ്റ് കർമ്മങ്ങൾ എന്തും ആകാം. ഏതൊക്കെ മേഖലകളിലും ഇതിനൊക്കെ ബന്ധിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു രീതി അതാണ്. മറ്റൊന്ന്, അലസമായി നമുക്ക് നമസ്കരിക്കാം, എപ്പോഴെങ്കിലും തോന്നുന്ന രൂപത്തിൽ നമസ്കരിക്കാം, എപ്പോഴെങ്കിലും ആകാം, എങ്ങനെയും ആകാം. ഈ ഒരു പ്രവൃത്തി ചെയ്യുന്ന അങ്ങനെയുള്ള നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മറ്റ് കർമ്മങ്ങളും ചെയ്യാവുന്നതാണ്. മൂന്നാമതായിട്ട്, അശ്രദ്ധമായിട്ട്, അള്ളാഹുവിനെ ഓർമ്മയില്ലാതെ നിർബന്ധിതമായി അല്ലെങ്കിൽ വേണ്ടാധീനം പോലെ ഒരർത്ഥത്തിൽ പ്രയാസപ്പെട്ട് മനസ്സ് വിങ്ങി ചെയ്യുന്ന കർമ്മങ്ങളുമുണ്ട്. ഈ 3 തരത്തിലുള്ള കർമ്മങ്ങളിൽ ആ അവസാനം പറഞ്ഞ രണ്ടെണ്ണത്തിൽ ഒടുവിൽ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ഒരു തരത്തിലും പ്രതിഫലം കിട്ടില്ല. വൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അങ്ങനെ പ്രവൃത്തി ചെയ്തവന് നാശമാണെന്ന് വിശുദ്ധ ഖുർആൻ. എങ്ങനെ? സ്മരണയില്ലാതെ, അലസമായി,
ഒരർത്ഥത്തിലും ഹൃദയം നൽകാതെ, ഓർമ്മയില്ലാതെ, അള്ളാഹുവിനെ കുറിച്ച് അവൻ പറഞ്ഞതാണെന്ന ബോധവും ബോധ്യവുമില്ലാതെ അവർക്കാണ് വൈല്. ഒരു ശ്രദ്ധയുമില്ല, അവർക്ക് ഒരു പരിഗണനയും നൽകുന്നില്ല, തോന്നിയതുപോലെ എപ്പോഴൊക്കെയോ ആകുന്നത്. ഇവർക്ക് നാശമാണ്, പ്രതിഫലമില്ലെന്ന് മാത്രമല്ല ശിക്ഷയാണ് അവന്. രണ്ടാമത് പറഞ്ഞ വിഭാഗം, അവന്റെ എത്രത്തോളം അവൻ അള്ളാഹുവിനെ ആ കർമ്മങ്ങളിൽ ഓർക്കുന്നുവോ അത്ര പ്രതിഫലമേ കിട്ടും. ആദ്യം പറഞ്ഞ മനുഷ്യനെ ആ ഹൃദയം നൽകി എല്ലാം ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ, ആമൂലാഗ്രം തല മുതൽ കാലുവരെ അടിമുടി ആ മനുഷ്യൻ അല്ലാഹുവിൽ ഹൃദയം സമർപ്പിച്ച് ചെയ്താൽ അവനാണ് ഏറ്റവും വിശുദ്ധനായ, ഏറ്റവും വിശുദ്ധനായ മനുഷ്യൻ. കാരണം അള്ളാഹു പറഞ്ഞത് കൊണ്ടാണ്, അവൻ പറഞ്ഞ വഴിയിലാണ്, അവന്റെ പ്രവാചകൻ കാണിച്ചു തന്ന മാതൃകയിലാണ്, അവന്റെ സഹാബാക്കിറാമിനെയാണ്, ഇമാമിങ്ങളെയാണ് അവൻ അനുസന്ധാനം ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നുവോ എന്നതാണ് എന്റെയും നിങ്ങളുടെയും ചോദ്യം. എന്നോട് നിങ്ങളോട് ചോദിക്കേണ്ടത്, അങ്ങനെ കർമ്മം ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആദ്യത്തെ വിഭാഗത്തിലാണോ ഞാൻ? രണ്ടാമത്തേതിലാണോ? മൂന്നാമത്തേതിലാണോ? മൂന്നാണെങ്കിൽ ഈ പണിക്ക് നിൽക്കേണ്ടതില്ല എന്നാണ് എന്നോട് നിങ്ങളോട് പറയുന്നത്. രണ്ടാമത്തെ സ്ഥാനത്തിലും നിൽക്കാതെ ഒന്നിലേക്ക് പോകാനുള്ള താല്പര്യം, അഭിവാഞ്ച, ആഗ്രഹം നമ്മൾ ഉണ്ടാകണം. എന്തിനാണത്? ഞാൻ വെറുതെ കർമ്മം ചെയ്തിട്ട് എന്തിന് കാര്യം? എന്റെ സമയം വെറുതെ എന്തിന് പാഴാക്കണം? അത് പ്രതിഫലത്തിന് വേണ്ടി എന്ന് പറഞ്ഞത് കൊണ്ട് അവനിൽ നിന്ന് പ്രീതി കാണിച്ച് സ്വർഗം ലഭിക്കാൻ, നരകത്തിൽ പ്രവേശിക്കാതിരിക്കാൻ, അങ്ങനെ മനസ്സോടുകൂടി നിങ്ങൾ ചെയ്തു നോക്കൂ. തീർച്ചയായും നല്ല ഓർമ്മയോടെയുള്ള കർമ്മങ്ങൾക്ക് ഉയർന്ന പ്രതിഫലമാണ്. കുറച്ചു മാത്രം ഓർമ്മിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. തീരെ ഓർമ്മയില്ലാതെ അങ്ങനെയുള്ളവർക്ക് ഒരു പ്രതിഫലവുമില്ല, ചിലപ്പോൾ ശിക്ഷ കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ മൂന്ന് തരത്തിൽ ഏതാണെന്ന് ഞാൻ എന്നോട് ചോദിക്കണം. ഈ മൂന്ന് വിഭാഗങ്ങളിൽ ഏതാണ് നാം എന്ന് നാം ഓരോരുത്തരും ചോദിക്കേണ്ടതുണ്ട്. ഈ മൂന്ന് തരത്തിൽ നമ്മുടെ വീട്ടിൽ ഒരു മനുഷ്യൻ പണിയെടുക്കും, മൂന്ന് മനുഷ്യർ പണിയെടുക്കുന്നത് മൂന്ന് തരത്തിലാണെന്ന് വിചാരിക്കും. ആർക്കാണ് നാം പ്രതിഫലം കൊടുക്കുക? ആർക്കാണ് കൂടുതൽ പ്രതിഫലത്തിന് അർഹതയുള്ളത്? ഒരു സംശയവുമില്ല, ആദ്യം പറഞ്ഞ മനുഷ്യൻ തന്നെ. അവസാനം പറഞ്ഞതിന് കൊടുക്കാൻ കഴിയില്ല. ഞാൻ അവസാനത്തിലാണോ ആദ്യത്തിലാണോ? നല്ലവണ്ണം അധ്വാനിച്ച് ഉറക്കിളച്ച് പഠിക്കുന്ന കുട്ടി മുഴുവൻ A+ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവന് കിട്ടേണ്ടതാണ്, അർഹതയുള്ളതാണത്. എന്നാൽ അലസമായി പഠിച്ച് ഒന്നോ രണ്ടോ കിട്ടിയാൽ ആയി എന്ന രൂപത്തിൽ ജസ്റ്റ് പാസിലൊക്കെ വന്നവൻ അത്രയേ അർഹതയുള്ളൂ. അവൻ അങ്ങനെയാണ് അവൻ പെരുമാറിയത് എന്നതുകൊണ്ടാണ്. മനസ്സ് കൊടുക്കാതെ, ഓർമ്മയില്ലാതെ, ശ്രദ്ധയില്ലാതെ, സൂക്ഷ്മതയില്ലാതെ, സമയബന്ധിതമായിട്ടല്ലാതെ അവൻ അവന്റെ അധ്വാനം, ചിന്ത ചെലവഴിച്ചത് കൊണ്ടാണ് പ്രതിഫലമില്ല അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്നത് എന്ന് മനസ്സിലാക്കണം. ഇണയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിങ്ങൾക്ക് പുണ്യമുണ്ടെന്ന് പഠിപ്പിച്ച പ്രവാചകൻ നോക്കൂ, അവിടെ ഓർമ്മയ്ക്കാണ് പ്രതിഫലം. നിങ്ങൾ ഇണയുമായി രമിക്കുമ്പോ എന്റെ നാഥൻ എന്നോട് കൽപ്പിച്ചതനുസരിച്ചാണ് ഞാൻ ഈ ചെയ്യുന്നത്. അവൻ പറഞ്ഞ, അവന്റെ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ആ പറയുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതെങ്കിൽ അതാണ് ഇബാദത്ത്. ഇണയുടെ വായിലേക്ക് ഉരുട്ടിക്കൊടുക്കുന്ന ഉരുളയില്ലേ, വെച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ അംശമില്ലേ, പ്രതിഫലമുണ്ട്. എന്റെ പ്രവാചകൻ പഠിപ്പിച്ച പാഠമാണെന്ന ബോധ്യത്തിൽ ചെയ്യുമ്പോഴാണ് അതിന് പ്രതിഫലം. നോക്കണം, ആ ബോധ്യവും ഓർമ്മയും ഇല്ലെങ്കിൽ അവ കേവലം നമ്മളോടുള്ള ഭാര്യയോടുള്ള ഇഷ്ടം, ഇണയോടുള്ള താല്പര്യം എന്നതിലപ്പുറം അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടില്ല. അവനിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കാതെ പിന്നെ അവനെങ്ങനെ കിട്ടും? ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത് ആ തൃപ്തി കിട്ടുമെന്നല്ലാതെ അള്ളാഹുവിൽ പ്രതിഫലാർഹമാകണമെങ്കിൽ എന്റെ പ്രവാചകൻ, എന്റെ സൃഷ്ടിനാഥൻ, എന്റെ വിശുദ്ധവേദം എന്നെ പഠിപ്പിച്ചതാണ് എന്ന ബോധം ഓർമ്മയിൽ കൊണ്ടുവരണം. എന്നിട്ട് അപ്പറഞ്ഞത് ചൊല്ലി, ആ പ്രവാചകന്റെ വാക്കുകൾ അവിടെ ചൊല്ലി പ്രാർത്ഥിച്ച് ചെയ്യുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ വിശപ്പ് മാറും. പക്ഷേ അത് ബിസ്മി കൊണ്ട് ആരംഭിക്കുകയും വലത് കൈകൾ കൊണ്ട് തുടങ്ങുകയും അത് അടുത്തത് കഴിക്കുകയും അല്പാൽപ്പം ഭക്ഷിക്കുകയും
ഇത് പ്രവാചകൻ പഠിപ്പിച്ചതാണെന്ന ഓർമ്മയിൽ ചെയ്താൽ ആ ഭക്ഷണം കഴിക്കുന്നതിൽ പ്രതിഫലമുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആ മൂലാഗ്രം ഏത് കർമ്മമെടുത്ത് നോക്കിക്കോളും, ഈ രൂപത്തിൽ നമുക്ക് വ്യവച്ഛേദിച്ചെടുക്കാൻ കഴിയും. ഈ 3 തരത്തിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും. അങ്ങനെ കഴിയുന്നുവോ, അപ്പോഴാണ് ജീവിതം പൂർണ്ണാർത്ഥത്തിൽ ഇബാദത്തായി മാറുന്നത്. അപ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിഫലാർഹമായിട്ട് നമുക്ക് പോകുന്നു എന്ന് ഉറപ്പിക്കാൻ കഴിയുക. നമ്മുടെ ആരാധനകളിൽ, അനുഷ്ഠാനങ്ങളിൽ, ദൈനംദിന കർമ്മങ്ങളിൽ, ജോലിയിൽ, കച്ചവടത്തിൽ എത്രത്തോളം അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട് എന്ന് ആലോചിച്ചു നോക്കുന്നു. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണെങ്കിൽ സത്യസന്ധനായ കച്ചവടക്കാരൻ, പ്രവാചകന്റെ വാക്കാണത്. സത്യസന്ധനായ, നല്ലവനായ, ചീറ്റിംഗ് ഇല്ലാത്ത, പറ്റിക്കാത്ത, അമിത വില ഈടാക്കാത്ത മനുഷ്യൻ, അങ്ങനെ ബിസിനസ് ചെയ്യുന്നവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണെന്ന പ്രവാചകന്റെ ആ വാക്കുകൾ പോലെ നമുക്ക് സത്യസന്ധത ബിസിനസ്സിൽ കൊണ്ടുവരാം. നുണ പറഞ്ഞും പറ്റിച്ചും വില കൂട്ടിപ്പറഞ്ഞും പൂഴ്ത്തിവെച്ചും കരിഞ്ചന്ത നടത്തിയും ഒക്കെ പറ്റിക്കുന്ന എത്രയെത്ര ബിസിനസ്സുകാരാണ് നമ്മുടെ നാടുകളിൽ. ആർക്കു വേണ്ടിയാണ് സഹോദരങ്ങളെ നിങ്ങൾ ഈ ഉണ്ടാക്കുന്നത്? നിങ്ങൾ തലമറന്ന് എണ്ണ തേക്കുകയാണ്. അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിക്കാതെ അവന്റെ വെറുപ്പ് സമ്പാദിക്കുന്ന ഗണത്തിൽ പെട്ടിട്ട് നിങ്ങൾക്ക് കുറച്ച് പണം കൂടുതൽ കിട്ടുമെന്നതല്ലാതെ നാഥന്റെ തൃപ്തി വിശുദ്ധ ഈ പറയുന്ന ആളുകൾക്ക് ലഭിക്കില്ല സഹോദരങ്ങളെ. ആശുപത്രിയിൽ രോഗികളെ പിഴിയുന്ന ഡോക്ടർമാർ എത്രയാണുള്ളത്? അവനാവശ്യമായി സിസേറിയൻ നടത്തുന്ന, അതുപോലെ തന്നെ അനാവശ്യമായി സ്കാനിങ് എഴുതുന്ന, ബ്ലഡ് ടെസ്റ്റുകൾ ഒരാവശ്യമില്ലാതെ എഴുതി സ്വന്തം കമ്മീഷൻ വർദ്ധിപ്പിക്കുന്ന ഡോക്ടർമാർ ആലോചിക്കണം, നിങ്ങളുടെ കർമ്മം അല്ലാഹുവിങ്കൽ ശിക്ഷാർഹമാണ് എന്ന്. പണം കിട്ടും നിങ്ങൾക്ക്, പക്ഷേ അവിടെ കിട്ടുന്നത് ശിക്ഷയായിരിക്കും. ഒരു മുസ്ലിമായ മനുഷ്യൻ തന്റെ കർമ്മം, ഒരു ബിസിനസ് എഞ്ചിനീയറായ മനുഷ്യൻ ഈ റോഡിൽ PWയുടെ റോഡ് ഉണ്ടാക്കുമ്പോൾ 40% പോക്കറ്റിലേക്കും 60% റോഡിലും എന്ന കണക്ക് ഇവിടെ പഞ്ചായത്തുകളിലുണ്ട്. അത്രേ വീതം വെപ്പാണത്രേ അവിടെ അംഗങ്ങൾ തമ്മിൽ. നിങ്ങളൊരു മുസ്ലിമായ ഒരു മനുഷ്യനാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു എഞ്ചിനീയർ ആണെങ്കിൽ, അങ്ങനെയുള്ള ഒരു വാർഡ് മെമ്പർ ആണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തി അനുസരിച്ച് കള്ളവും ചതിയുമില്ലാതെ അവനെ ഓർത്തുകൊണ്ട്, അവൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് സ്മരിച്ചുകൊണ്ട് നിങ്ങൾ ഈ റോഡ് പണി നടത്തി നോക്കൂ, നിങ്ങളുടെ വാർഡ് പ്രവർത്തനം നടത്തി നോക്കൂ. വാർഡ് വികസിക്കുമെന്ന് മാത്രമല്ല, മറ്റുള്ളവരെക്കാൾ ചതിയും വഞ്ചനയും കൈക്കൂലിയും അഴിമതിയും ചെയ്യുന്നവരെക്കാൾ വിശുദ്ധമായി നിങ്ങൾക്ക് നാട്ടിൽ പ്രവൃത്തി ചെയ്യാനും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടാനും കഴിയും. അതിനപ്പുറം അള്ളാഹുവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാനും കാരണമാണ്. നമ്മളത് ആലോചിച്ച് നോക്കൂ, ഓരോരോ കാര്യങ്ങൾ എടുത്തു നോക്കൂ. ഉദ്യോഗസ്ഥൻ അഴിമതിയും കൈക്കൂലിയും വാങ്ങുന്ന എത്രയെത്ര ഉദ്യോഗസ്ഥരാണ് പിടിക്കപ്പെടുന്നത് വിജിലൻസ് വഴി. ആലോചിക്കണം. മുസ്ലിം പേരുകൾ കാണുമ്പോൾ നാണം തോന്നുന്നു. ഇവരൊക്കെ ലക്ഷക്കണക്കിന് രൂപയുണ്ടാക്കിയിട്ട് എന്തിനു വേണ്ടിയാണ്? അവന് പണം കിട്ടുമെന്നത് ശരിയാണ്. ആഖിറം, പരലോകം നഷ്ടപ്പെടുത്തിയിട്ട് ഇഹലോകം വിലക്ക് വാങ്ങുന്ന വിഡ്ഢി എന്നല്ലാതെ അവനെ കുറിച്ച് എന്താണ് പറയുക? പരലോകം ശാശ്വതമായ ഒരു ലോകം ജീവിക്കേണ്ടുന്ന സുന്ദരമായ അനുഭവങ്ങളുള്ള അതിസുന്ദരമായ ഒരു സ്വർഗീയ ലോകത്തെ വിട്ടിട്ട് ഈ 10-60 വർഷം സുന്ദരമായി ജീവിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നവൻ വിട്ടിയില്ലാതെ മറ്റാരാണ് സഹോദരങ്ങളെ? ജീവിതത്തിന്റെ ഓരോ എന്നും നോക്കിക്കോളൂ നിങ്ങൾ. വക്കീൽ എത്ര നുണകളാണ് സഹോദരങ്ങളെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ കേസുകൾ ജയിക്കാൻ വേണ്ടി നുണകളിലൂടെ ജീവിക്കുന്നവരാണോ നിങ്ങൾ? ആലോചിക്കണം. ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പണം കിട്ടുമെന്ന് ശരിയാണ്. അള്ളാഹുവിന്റെ തൃപ്തിയില്ലാത്ത പണമാണത്. അത് വഞ്ചനയിലൂടെ, ചൂഷണത്തിലൂടെ, അഴിമതിയിലൂടെ ഉണ്ടാക്കിയ പണമാണ്. നുണയിലൂടെ ഉണ്ടാക്കിയ പണം വളരില്ല സഹോദരങ്ങളെ. അള്ളാഹുവിങ്കൽ അവിടെ നിന്ന് കിട്ടില്ല. നുണ പറഞ്ഞും പറ്റിച്ചും അത് കക്ഷിയെ തോൽപ്പിക്കാൻ വേണ്ടി ചതിയും വഞ്ചനയും കള്ളസാക്ഷിയുമായി നടക്കുന്ന വക്കീലന്മാർ ആലോചിക്കണം. എന്റെ പ്രവൃത്തി അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകണമെങ്കിൽ, ഈ കർമ്മം അവനിൽ പ്രതിഫലാർഹമാകണമെങ്കിൽ അത് അവൻ പറഞ്ഞതുപോലെ വിശുദ്ധമാകണം, നുണയിൽ നിന്ന് മുക്തമാകണം. കഴിയുമോ നമുക്ക്? അനീതി വിധിക്കുന്ന എത്രയധികം ജഡ്ജിമാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. കൃത്യമായ പക്ഷപാതിത്വത്തോടുകൂടി പെരുമാറുന്ന ജഡ്ജിമാർ. സത്യം പൂർണ്ണമായും മനുഷ്യരാശിക്ക് മുഴുവൻ ബോധ്യപ്പെട്ടിട്ടും
അവിടെ ഇരിക്കുന്ന മനുഷ്യൻ പണത്തിന്റെ താല്പര്യത്താൽ കക്ഷി തനിക്ക് പണം തരുന്നു എന്നതാൽ ആ കക്ഷിക്ക് സത്യത്തിനും നീതിക്കും നിരക്കാത്ത വിധി നൽകുന്ന അത്തരം ജഡ്ജിമാർ യഥാർത്ഥത്തിൽ ലജ്ജിക്കണം. പണം നിങ്ങൾക്ക് കിട്ടും സഹോദരങ്ങളെ. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാത്ത നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മം അത് നിങ്ങൾക്ക് നാശമാണെന്ന് തിരിച്ചറിയാൻ വിശ്വാസികളായ ആളുകളോട് മാത്രമേ നമുക്കിത് പറയാൻ കഴിയൂ. അവരെങ്കിലും വിശുദ്ധരാകണം. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് വിശുദ്ധരായിട്ടാണ്. ഏറ്റവും വിശുദ്ധരായ ആളുകൾ ഈ ഉമ്മത്തിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ആ ദീർഘദർശനം. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾക്ക് മുഴുവൻ വിശുദ്ധിയുടെ നിറമുണ്ടാകണം, മണമുണ്ടാകണം. വിശുദ്ധിയുടെ ലാഞ്ചനയില്ലാത്ത ഏതേത് കർമ്മങ്ങളും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്രതിഫലം ലഭിക്കാതെ ശിക്ഷ കിട്ടാൻ കാരണമാകും എന്നാണ് പറഞ്ഞതിനർത്ഥം. സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങൾ ഒന്നുകൂടെ, ഞാൻ ഒരു പിതാവാണെങ്കിൽ സ്നേഹാംശം നൽകുന്ന, കണിശക്കാരനല്ലാത്ത, വല്ലാതെ മക്കളെ പീഡിപ്പിക്കാത്ത, എപ്പോഴും ഒരർത്ഥത്തിൽ ഗൗരവത്തോടുകൂടി മാത്രം നിൽക്കുന്ന മനുഷ്യനാകില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുസ്ലിമായ പിതാവ് മക്കളോട് കാരുണ്യത്തോടു കൂടി മാത്രമേ വരൂ. ഭാര്യയെ പീഡിപ്പിക്കുന്നവൻ യഥാർത്ഥത്തിൽ സ്വർഗത്തിന്റെ അനുഭവിക്കില്ലെന്ന് പറഞ്ഞത് എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരുഷപ്രകൃതനായ ഭർത്താവ് ആകരുത് സഹോദരങ്ങളെ. നമുക്ക് പരമാവധി വിട്ടുവീഴ്ചയും വിനയവും കാരുണ്യവും ഒക്കെ കാണിക്കാൻ കഴിയുമ്പോഴാണ്, ലാളിത്യവും ഒക്കെ വീട്ടിൽ പെരുമാറാൻ കഴിയുമാണ്, ഗൗരവവും ഒക്കെ മാറ്റിവെക്കാൻ കഴിയുമ്പോഴാണ്, ജാടയും ആഢ്യത്വവും അനാനീയത്വം ഞാനെന്ന ഭാവവും ഒഴിവാക്കുമ്പോഴാണ്, മനുഷ്യൻ ശരീരത്തിലുള്ള നമ്മുടെ എല്ലാ ദോഷമായ മോശമായ ചോദനകളെയും മാറ്റി നിർത്തുമ്പോഴാണ്, അപ്പോഴാണ് ഞാൻ നല്ലൊരു പിതാവാകുന്നത്, അപ്പോഴാണ് ഞാൻ നല്ലൊരു മകനാകുന്നത്, അപ്പോൾ മാത്രമാണ് ഞാൻ നല്ലൊരു ഭർത്താവാകുന്നത്, അപ്പോഴാണ് ഞാൻ നല്ല സഹോദരനും സുഹൃത്തും അയൽക്കാരനുമാകുന്നത്. കഴിയുമോ നമുക്ക് നമ്മുടെ ഓർമ്മകൾ അല്ലാഹുവിലേക്ക് എല്ലാ കർമ്മങ്ങളെയും അങ്ങനെ ബന്ധിപ്പിച്ച് ഹൃദയം നൽകിയിട്ട് ഹൃദയം കൊണ്ട് ഓർത്തുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുമോ? നമുക്ക് കഴിയണം. കഴിയുമ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധൻ എന്ന ഗണത്തിൽ നന്മകൾ ചെയ്തുകൊണ്ട് സമാധാനമടഞ്ഞ് ഭരിക്കാൻ കഴിയട്ടെ എന്നതാണ് പ്രാർത്ഥന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത അനുഭവങ്ങൾ, ഞാൻ ഈ പറഞ്ഞ ഓരോ മേഖലകളിലും പ്രവാചകന്റെ ബിസിനസ് രംഗത്താകട്ടെ, വീട്ടിലാകട്ടെ, ഭാര്യയോടാകട്ടെ, മക്കളോടാകട്ടെ, പേരക്കുട്ടികളോടുള്ള പെരുമാറ്റത്താവട്ടെ, സഹാബ കിറാമിനോടുള്ള ആളുകൾ, അയൽപക്ക ബന്ധത്തിൽ, എല്ലാത്തിലും നിങ്ങൾക്ക് ആ മഹാനുഭാവനിൽ മാതൃകയുണ്ട്. അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന മാതൃകയാണ് സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്കുള്ള വഴികാട്ടിയാകേണ്ടത്. അപ്പോഴാണ് ഞാൻ നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹിയാകുന്നത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ എളുപ്പമാണ്. ആ പ്രവാചകനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ വെറും വാചോടാപങ്ങളിൽ സ്വലാത്ത് ചെല്ലുന്ന എത്രയെത്രയും സ്വലാത്ത് മജ്ലിസുകളാണ് പാഴായി പോകുന്ന കർമ്മങ്ങളായി മാറുന്നത്. ആ പ്രവാചകനെ എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കർമ്മത്തിലേക്ക്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിലേക്ക് ആ പ്രവാചകന്റെ സുന്നത്ത് കൊണ്ടുവരാതെ കേവലം ആ പ്രവാചകന്റെ അപദാനങ്ങൾ വാഴ്ത്തുന്നതിലൂടെ എന്ത് പ്രതിഫലമാണ് ഞാൻ നേടാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇതൊരു ഉണർത്തുപാട്ട് മാത്രമാണ്. എന്നോടുള്ള ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ ജീവിക്കാൻ, അവൻ കാണിച്ചു തന്ന വഴികളിലൂടെ കുടുംബ ബന്ധം നിലനിർത്താൻ, അള്ളാഹു പറഞ്ഞ് അള്ളാഹുവിനെ ഓർത്ത് കർമ്മങ്ങൾ, ഭക്ഷണം, വെള്ളം, മറ്റ് കർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ അതിലൊക്കെ ഓർമ്മകൾ കൊണ്ടുവരലാണ് നമുക്ക് പ്രതിഫലം കിട്ടാൻ. എത്രമേൽ ഓർക്കുന്നു എന്നതുമാണ് ആ പ്രതിഫലത്തിന്റെ തോതളക്കാൻ നമുക്ക് കഴിയുക. അജബൽ ലിഅംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്യത്ഭുതം. അവനൊരു നന്മ ബാധിച്ചാൽ അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് അവന് നന്മ വർദ്ധിക്കും. ആ നന്മ തന്നെ അവന് സ്വർഗത്തിലേക്കുള്ള പ്രതിഫലമായിട്ട് മാറും. വിശ്വാസിക്കൊരു പ്രയാസം അനുഭവിച്ചാൽ ക്ഷമിക്കും, ആ ക്ഷമയും അവന് നന്മയായി ഭവിക്കും. നോക്കണം, അള്ളാഹു പറഞ്ഞതാണ്, അവൻ തന്നതാണ്, വിധിയിൽ വിശ്വസിക്കുന്നവനാണ് എന്നതുകൊണ്ട് ആ മനുഷ്യന് നന്മയും തിന്മയും സ്വർഗത്തിലേക്കുള്ള വഴിയാക്കാനുള്ള പ്രവാചകന്റെ വാക്കുകൾ. ഞാൻ നിങ്ങളും കേവലം അക്ഷരങ്ങൾ പഠിക്കുന്നതിനപ്പുറം
കേവലം ആ പദങ്ങളോടൊപ്പം കേവലം ആ പേജുകളിൽ മാത്രം അഭിരമിക്കുന്നതോടൊപ്പം സത്യഹിയായി ഉപരിപ്ലവമായിട്ട് മാത്രം കാര്യങ്ങൾ വായിച്ചെടുക്കുന്നതിനപ്പുറം അതിന്റെ ആന്തരാർത്ഥങ്ങളിലേക്ക് പോയിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ ഓർമ്മയുണ്ടോ എന്നതാണ് ചോദ്യം. അങ്ങനെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രതിഫലം. എന്ന് തുടങ്ങിയ ഒരു ഹദീസ് ഉണ്ട്. ഒരു മുസ്ലിം ഒരു ചെടി നടുന്നത് ആ ചെടിയിൽ നിന്ന് ഫലവും ഉണ്ടായിട്ട് പക്ഷികളും മനുഷ്യരും ആരൊക്കെയൊക്കെയോ മൃഗങ്ങളും ഒക്കെ എടുത്തുകൊണ്ടുപോയാലും അതൊക്കെ അവന് പ്രതിഫലമാണ് എന്ന പ്രവാചകന്റെ വചനം. ഞാൻ കേവലം ഒരു കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു കാക്ക ഒരു മണി എടുത്തു കൊണ്ടുപോയാൽ, കാക്ക അതിൽ നിന്ന് ഒരു സാധനം കൊത്തിക്കൊണ്ടുപോയാൽ, കള്ളൻ അതിൽ നിന്ന് തേങ്ങ കട്ടുകൊണ്ടുപോയാൽ, മൃഗങ്ങൾ വന്ന് ചെടി നിന്ന് നശിപ്പിച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകന്റെ സദഖയായി മാറുന്ന അത് ദാനമാണെന്ന് പ്രവാചകന്റെ വചനം. അവന് ഇത് ഓർക്കാതെ ഒരു കൃഷി നടത്തുകയും എന്നിട്ട് പറവയെ ശപിക്കുകയും കടന്നു വന്ന പന്നിയെ കുറ്റപ്പെടുത്തുകയും കള്ളനെ തെറി പറയുകയും ചെയ്യുന്നതിലപ്പുറം അതൊക്കെ അവർക്ക് കൂടെ എടുക്കാൻ അതിനൊക്കെ ഭദ്രമായ അവസ്ഥ ഉണ്ടാക്കണം. പക്ഷെ എന്നിട്ടും പോയാൽ അള്ളാഹുവിന്റെ എനിക്ക് നിശ്ചയിച്ചത് ഇത്രയേ ഉള്ളൂ എന്ന് സമാധാനപ്പെടുമ്പോഴാണ്, ആ അള്ളാഹുവിനെ ഓർക്കുമ്പോഴാണ്, ആ പ്രവൃത്തിയിൽ അള്ളാഹു പറഞ്ഞത് വിശ്വസിക്കുമ്പോഴാണ്, അള്ളാഹുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുമ്പോഴാണ് ആ ഫലം അല്ലെങ്കിൽ അതെനിക്ക് പ്രതിഫലമായി മാറുക. നമ്മുടെ നമസ്കാരത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. യാന്ത്രികമാണോ അത്? കേവലം നിൽക്കലും ഇരിക്കലും മാത്രമായിട്ടുള്ള നിക്കാരമായി മാറുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. എപ്പോഴും കൈകെട്ടുമ്പോൾ നമുക്ക് ഫാത്തിഹ ഓട്ടോമാറ്റിക് ആയിട്ടാണ് വരുന്നത്. നിന്നാൽ ആദ്യം തുടങ്ങുന്നത്, പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് വരും, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരും. എന്തേ കാര്യം? ഓർമ്മയാണ്. ഓർമ്മയില്ലാത്തത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ് നമ്മുടെ സ്മൃതിപഥത്തിൽ. അല്ല, ഓർമ്മയോടുകൂടി ചെയ്തു നോക്കുമ്പോഴാണ് ഓർമ്മയില്ലാതെ ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുക. നമസ്കാരത്തിലേക്ക് സ്മരണ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ഫാത്തിഹ ഓതുമ്പോൾ അതിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഫാത്തിഹ ഞാൻ ഓതുമ്പോൾ എന്റെ സത്യനാഥൻ അതിന് മറുപടി പറയുന്നുണ്ട് എന്നുള്ള ഹദീസ് ഓർത്ത് നോക്കുക. ആ ഫാത്തിഹയിലെ അർത്ഥമെന്ന് ആലോചിച്ച് പഠിച്ചു നോക്കുക. റുക്കൂഉം സുജൂദും പെർഫെക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ചിന്തകൾ ശിഥിലമാകാതിരിക്കാൻ ഞാൻ സുജൂദിന്റെ ഭാഗത്തേക്ക് മാത്രം നോക്കുക. അള്ളാഹുവിനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച്, സ്വർഗനരകങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ആ പ്രാർത്ഥനയെ നമുക്ക് നമസ്കാരത്തിൽ കോൺസെൻട്രേഷന് വേണ്ടിയിട്ടാണ്, ദിക്റുകൾ കൂടാൻ വേണ്ടിയിട്ടാണ്, ഓർമ്മകൾ വർദ്ധിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ നമസ്കരിച്ച് നോക്കൂ. നമുക്ക് ഈ അർത്ഥത്തിൽ നമ്മുടെ കർമ്മങ്ങളെ ഒന്ന് പുനർവിചിന്തനം നടത്താൻ, അങ്ങനെ ഒന്ന് പുനഃക്രമീകരിക്കാൻ, മനസ്സംതൃപ്തിയോടുകൂടി പൂർണ്ണ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് തൃപ്തിയോടുകൂടി ഭാരമായി കൊണ്ടല്ലാതെ നമസ്കരിക്കാതിരിക്കുക, ഭാരമായി കൊണ്ടല്ലാതെ റമദാനിനെ സ്വീകരിക്കാതിരിക്കുക. ഹജ്ജ് ചെയ്യുമ്പോൾ പണം ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് വേറെ ഗതികെട്ടത് കൊണ്ടാണ് എന്ന് ചിന്തിക്കാതെ ആത്മാർത്ഥമായി കൊടുത്തുകൊണ്ട്, സകാത്ത് കൊടുക്കാൻ മനസ്സ് വരാതെ ഹൃദയം പറിച്ചു കൊടുക്കുന്ന പിശുക്കിന്റെ വേദനയിലും അനുഭവിച്ചു കൊണ്ട് കൊടുത്താൽ നഷ്ടമല്ലാതെ അതുകൊണ്ട് എന്ത് ലാഭം? കാരണം ശപിച്ചുകൊണ്ടാണ്, ഗതികിട്ടമ കൊടുക്കുകയാണ്. എങ്ങനെ കൊടുക്കാതിരിക്കാമെന്ന് ഗവേഷണവും അതുപോലെ തന്നെ ഫത്വയും തേടി നടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. ഏതായാലും കൊടുക്കണം, ഹൃദയം അറിഞ്ഞ് കൊടുക്കൂ സഹോദരങ്ങളെ. ഏതായാലും ഹജ്ജിന് പോകണം, തൃപ്തിയോടുകൂടി താല്പര്യപ്പെട്ടുകൊണ്ട് ലക്ഷങ്ങൾ കൊടുക്കൂ സഹോദരങ്ങളെ. അപ്പോഴാണ് എന്റെയും നിന്റെയും കർമ്മം വിശുദ്ധമാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വൽ ജമീഉൽ മുഅ്മിനീൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.